ഇന്ന് ഞാൻ വായിക്കുന്ന കവിത വിഷ്ണു പകൽക്കുറിയുടെ അഘോരി കാഴ്ച. മഞ്ഞപ്പട്ട് പുതച്ചിരുന്നൊരു ഒറ്റക്കണ്ണൻ അഘോരിയെ തട്ടി ഉണർത്തുമ്പോൾ രൗദ്രഭാവം പൂണ്ട് രക്തം പൊടിഞ്ഞ നോട്ടത്താൽ കൺചിമ്മി തുറക്കുന്ന നേരത്തിനുള്ളിൽ വാക്കേറിയ കോടാലി പോലൊരുവനെ നോക്കി രുദ്രാക്ഷമാല എറിഞ്ഞുടച്ച് നീയും നിൻ സന്തതി പരമ്പരകളും ചിതലായി തീരട്ടെ എന്ന് ശപിച്ച് ശൂന്യതയിൽ നിന്നും ഭസ്മം വിതറി അഘോരി ശിവതാണ്ഡവമാടുന്നു. വിഷ്ണുവിൻ്റെ എഴുത്തുകളെല്ലാം പല തലത്തിലുള്ള എഴുത്തുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാൽപ്പനിക പ്രണയങ്ങളൊക്കെ വളരെ നന്നായിട്ട് എഴുതുകയും ചിലപ്പോഴെല്ലാം ഗതകാല സ്മരണകളെ കുറിച്ചെല്ലാം എഴുതുന്ന കാണണം. പൊതുവേ ഒരു നോവുണർത്തുന്ന എഴുത്തുകൾ കൂടുതലായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ചില വ്യത്യസ്തമാർന്ന കവിതകളും അദ്ദേഹത്തിൻ്റെ വായിച്ചിട്ടുണ്ട്. അതിലൊരു കവിതയാണ് അഘോരി കാഴ്ച. അഘോരികളെക്കുറിച്ച് പലതരം പഠനങ്ങളുണ്ട്. ആദിദ്രാവിഡ ദൈവമായ മഹേശ്വരനെ ആരാധിക്കുന്ന ഒരു കൂട്ടം, നഗ്നരായി നടക്കുന്ന ഒരു കൂട്ടം, അവരുടെ എല്ലാം ഓരോ ചേഷ്ടകളും പച്ച മനുഷ്യൻ്റെ രീതിയാണ്. നഗ്നരായി നടക്കുക, അങ്ങനെയുള്ള രീതികളുണ്ട്. ജടപിടിച്ച മുഖം, മുടികളും ഒക്കെ ആയിട്ട് ഒരു കണ്ടാൽ പേടി തോന്നുന്ന വൃത്തിയില്ലാത്തൊരു രൂപമാണെന്നെല്ലാം തോന്നുമെങ്കിലും അവരുടെ ചില ദാർശനിക ഭാവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന രീതിയാണ് തോന്നുന്നത്. അങ്ങനെയുള്ളൊരു അഘോരിയെ ഇവിടെ ഒരു തുറക്കം തന്നെ ഒരു ശാപത്തിൻ്റെ രീതിയിലാണ്. കൺചിമ്മി തുറക്കുന്ന നേരത്തിനുള്ളിൽ വാകേറിയ കോടാലി പോലൊരുവനെ നോക്കി രുദ്രാക്ഷമാല എറിഞ്ഞു നീയും നിൻ സന്തതി പരമ്പരകളും ചിതലായി തീരട്ടെ എന്ന് ശപിച്ച് ശൂന്യതയിൽ നിന്നും ഭസ്മം വിതറി അഘോരി ശിവതാണ്ഡവമാണുമ്പോൾ കാഴ്ചക്കാരിൽ ഭയത്തിൻ്റെ വിത്തുകൾ. അത് വായനക്കാരിലും ഭയത്തിൻ്റെ വിത്തുകൾ മുളയ്ക്കുന്ന വിധം തന്നെയാണ് എഴുത്തിൻ്റെ രീതി. ജടകൊമ്പുകൾ ഉയർത്തി ശാപമോക്ഷം നൽകിയതോ വിചിത്രം. വരികളെല്ലാം തന്നെ വളരെ ശക്തമാർന്ന തീവ്രമായ രീതിയിൽ അഘോരിയെ കാർന്നെടുത്ത് ചിതൽ മറുപിറവി തേടുമ്പോൾ അവനിലിരുന്ന് അഘോരി പൊട്ടിച്ചിരിക്കുന്നു. ഇവിടെ അഘോരി പല ഭാവങ്ങളിലൂടെയാണ് പോകുന്നത്. പിന്നെയും ഭയത്തിൻ്റെ മുള്ളുകൾ തറച്ചു കയറുന്നുണ്ട് അദൃശ്യമായ മിഴികളിൽ. ഈ മൂലമന്ത്രമെല്ലാം ആദിദ്രാവിഡ കാലത്തുണ്ടായിരുന്ന മന്ത്രങ്ങളായിരിക്കണം. മൂലമന്ത്രങ്ങളുടെ കെട്ടുപൊട്ടിച്ച് ഭ്രാന്തമായ ശബ്ദങ്ങളാൽ ഇണചേർന്ന് നിലത്തി വീഴുമ്പോൾ ആനന്ദോത്സവത്തിന് കുടിയേറുന്നു. ഇത് അഘോരികളുടെ ഒരു ചെറിയൊരു നേർക്കാഴ്ച തന്നെയാണ് ഞാൻ കാണുന്നത്. ഭക്തിയാവട്ടെ രതിയാവട്ടെ, അത് രണ്ടിലും വളരെ തീവ്രമായ ഭാവത്തിലൂടെ ഈ പ്രകടനപരമായ ഒരു രീതിയാണ് അവരുടെ ജീവിത രീതി എന്ന് തന്നെ പറയാം. ഒന്നിനോടും കൃത്യമായ ഒരു